നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന വിഷയം ഒരു കൂടോത്രവും ഒരു ആഭിചാരവും ഏൽക്കാത്ത ചില നക്ഷത്രക്കാരുണ്ട്. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി കൂടോത്രവും മന്ത്രവാദവും ആഭിചാരവും ഒക്കെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്താൽ അതൊന്നും ഏൽക്കാത്ത ചില നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാർ ഏതാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ജ്യോതിഷപരമായും ആത്മീയമായും ചിന്തിക്കുമ്പോൾ തടസ്സങ്ങളോ ദോഷങ്ങളോ, അതായത് കൂടോത്രം പോലുള്ള ആഭിചാരക്രിയ, അതായത് ഒരു നെഗറ്റീവ് ഊർജം എളുപ്പത്തിൽ ബാധിക്കാത്ത നക്ഷത്രക്കാരുണ്ട്. അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ ഇവരുടെ അധിപന്മാരായ ഗ്രഹങ്ങളും അവയുടെ ദേവതകളും നൽകുന്ന ശക്തമായ ഒരു ആത്മീയ രക്ഷാകവചം ഇവർക്ക് ജന്മനാ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഏൽക്കാണ്ട് വരുന്നത്. ഇവരുടെ നക്ഷത്ര ദേവതയുടെ ഗുണവും അതേപോലെ തന്നെ ആ നക്ഷത്രത്തിന്റെ അധിപനായ ഗ്രഹത്തിന്റെ സ്വാധീനവും മൂലമാണ് ഇവർക്കിതൊന്നും ഏൽക്കാണ്ട് വരുന്നത്. അപ്പൊ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ നക്ഷത്രങ്ങളെ പറ്റി പറയാം. അതിക്ക് മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അപ്പൊ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ഈ കൂടോത്രവും മന്ത്രവാദവും ഒക്കെ കേൾക്കാത്ത കുറച്ച് നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രം ഏതൊക്കെയാണ്? ഒന്ന് കാർത്തിക നക്ഷത്രവും, ഒന്ന് കാർത്തിക നക്ഷത്രക്കാരാണ്. ഈ കാർത്തിക നക്ഷത്രത്തിന്റെ അധിപനാരാണ്? സൂര്യനാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ്. ദേവതയാരാണ്? അഗ്നിയാണ്. അപ്പൊ അഗ്നി എന്തിനേയും ഭസ്മമാക്കും, ഇല്ലേ? എന്തിനേയും ഭസ്മമാക്കാൻ കഴിവുള്ള ഒരു ഇതാണ് അഗ്നി. അപ്പോൾ ഇവരിലേക്ക് എത്തുന്ന നെഗറ്റീവ് ഊർജങ്ങളെ ഇവരുടെ ഉള്ളിലെ തേജസ്സും അഗ്നിയും കൂടി ദഹിപ്പിച്ച് കളയും. മനസ്സിലായ? അതായത് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ അധിപൻ സൂര്യനാണ്. അപ്പൊ ഇവരുടെ ദേവത അഗ്നിയാണ്. ഈ അഗ്നിക്കുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനേയും ദഹിപ്പിച്ച്, അതായത് ഭസ്മീകരിച്ച് കളയാനായിട്ടുള്ള കഴിവുള്ള ഒരു ഇതാണ് അഗ്നി. അപ്പൊ അതുകൊണ്ട് ഈ കാർത്തിക നക്ഷത്രക്കാരിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജം ഇത് ദഹിപ്പിച്ച് കളയും. അഗ്നി കൊണ്ട് ദഹിപ്പിച്ച് കളയും. ശത്രുദോഷം ഇവരിൽ ഏൽക്കുകയുമില്ല. മനസ്സിലായ? ശത്രുദോഷം ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതൊന്നും അവരെ സംബന്ധിച്ച് ഏൽക്കുന്ന നക്ഷത്രക്കാരല്ല. ഇനിയുള്ളത് അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രം. ഈ മകം നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഈ നക്ഷത്ര പിതൃക്കളുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. കേതുവാണ് അധിപൻ. പിതൃക്കളുടെ അനുഗ്രഹമുള്ള, അതായത് പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുൻപ് മരിച്ചുപോയ ആ ആത്മാക്കൾ, അതാണ് പിതൃക്കൾ. ആ പിതൃക്കളുടെ അനുഗ്രഹം ഉള്ള ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രം. കേതുവാണ് ഇതിന്റെ അധിപൻ. അപ്പൊ പിതൃക്കളുടെ ശക്തമായ കാവലും അനുഗ്രഹവും എപ്പോഴും ഈ നക്ഷത്രക്കാരിലുണ്ടാവും. മനസ്സിലായ? പിതൃക്കളുടെ ഒരു അനുഗ്രഹവും അവരുടെ ഒരു കാവലും എപ്പോഴും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും.
അതുകൊണ്ട് തന്നെ ഇവരെ തകർക്കാൻ ഉദ്ദേശിച്ച് ആര് എന്ത് ചെയ്താലും ഇവർക്ക് ഫലിക്കില്ല. ഒരു അദൃശ്യ ശക്തി, അത് പിതൃക്കളുടെ ഒരു അദൃശ്യ ശക്തി ഇവർക്ക് ഒരു കവചമായിട്ട് എന്നും ഇവരോടൊപ്പം ഉണ്ടാവും. പിതൃക്കളുടെ ഒരു അദൃശ്യമായ ഒരു ശക്തി വിശേഷം ഇവർക്ക് ചുറ്റും ഒരു കവചമായി എപ്പോഴും ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ആർക്കെങ്കിലും അവരെ ഉദ്ദേശിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലൊന്നും അവർക്ക് അത് ഏൽക്കില്ല, അവർക്ക് ഫലിക്കില്ല. അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തടയാനുള്ള ഒരു ശക്തിവിശേഷം ഈ മകൻ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. ഇതൊക്കെ കാര്യകാരണ സഹിതമാണ് ഞാനിത് പറയുന്നത്, അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നതല്ല. അതുകൂടാതെ ഇനിയുള്ള നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ്? രാഹുവാണ്. രാഹു എന്ന് പറഞ്ഞാൽ നാഗങ്ങളാണ്, ഇല്ലേ? എന്റെ ദേവതകാര് നാഗങ്ങളാണ്. അതോടൊപ്പം തന്നെ എന്റെ ദേവത പരമശിവനും കൂടിയാണ്. നാഗങ്ങള് അധിപൻ, രാഹുവിന്റെ അധിപൻ രാഹുവാണ് ഇവരുടെ തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ. അതോടൊപ്പം പരമശിവൻ ദേവതയായിട്ടും വരും. രാഹു എന്ന് പറഞ്ഞാൽ നാഗങ്ങളാണ്. കഠിനമായ പ്രതിസന്ധികളെയും വിഷപ്പാമ്പുകളെയും പോലുള്ള ശത്രുക്കളെയും, അത് കഠിനമായ പ്രതിസന്ധികളെയും വിഷപ്പാമ്പുകളെ പോലുള്ള ശത്രുക്കളെയും നേരിടാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട് ഈ നക്ഷത്രത്തിന്. ശിവന്റെയും നാഗങ്ങളുടെയും അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഒരു തരംതാണ പ്രവൃത്തിയും പ്രയോഗവും ഇവരിൽ ഏൽക്കില്ല. അതായത് ഒരു കൂടോത്രോ ഒരു ആഭിചാരോ ഈ ശിവന്റെ ശക്തിയും അതുപോലെ തന്നെ നാഗങ്ങളുടെ സ്വാധീനവും ഇവരിലുള്ളതിന്റെ പേരിൽ ഇവരെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല. ഉപദ്രവിച്ചാൽ ഇവർക്ക് അത് ഏൽക്കുകയുമില്ല. അതാണ് തിരുവാതിര നക്ഷത്രക്കാർ. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരുടെ ദേവത വായു ഭഗവാനാണ്. ചോതി നക്ഷത്രക്കാരുടെ ദേവത വായു ഭഗവാനാണ്. രാഹുവാണ് അധിപൻ. രാഹു നാഗങ്ങളാണ്. വായുവിനെ തടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റൂല, ഇല്ലേ? വായുവിനെ തടുക്കാൻ ആർക്കും പറ്റൂലല്ലോ. അപ്പോ ഇവരെ ആഭിചാര കർമ്മങ്ങൾ കൊണ്ടോ കൂടോത്രം കൊണ്ടോ തളച്ചിടാൻ നോക്കിയാൽ അത് വായുവിൽ അലിഞ്ഞ് നിഷ്ഫലമായി പോകും. മനസ്സിലായോ? അത് വായുവിൽ അലിഞ്ഞ് തീർന്നു പോകും. ഈ വരുണന്റെ ഇതുകൊണ്ട്, സ്വാധീനം കൊണ്ട്, അതായത് വായു ഭഗവാന്റെ സ്വാധീനം കൊണ്ട് ഇവർക്ക് ഏറ്റിട്ടുള്ള ആ ആഭിചാര ദോഷങ്ങളെല്ലാം വായുവിൽ അലിഞ്ഞു തീർന്നു പോകും. അതുകൂടാതെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും ഉള്ള ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം. അങ്ങനെ പറയാം. ഈ ചോതി നക്ഷത്രം കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രമാണ്. കേതുവാണ് അധിപൻ. അശ്വിനി ദേവന്മാരാണ് ഇവരുടെ ദേവതകൾ. രോഗങ്ങളെയും ദോഷങ്ങളെയും ഭേദമാക്കാനുള്ള ഒരു പോസിറ്റീവ് ഊർജം ഇവരിൽ എപ്പോഴും ഉള്ളവരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ. അതായത് ഈ രോഗങ്ങൾ അതേപോലെ തന്നെ ദോഷങ്ങളും ഭേദമാക്കാനും അത് തടുക്കാനും ഉള്ള ഒരു ഊർജം എപ്പോഴും ഉള്ള ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം.
ആത്മീയ ചിന്തകളിലും ഈശ്വര വിശ്വാസവും ഇവരുടെ കൂടെയുള്ളതിനാൽ, അതായത് ആത്മീയമായ ചിന്തകളും ഈശ്വര വിശ്വാസവും എപ്പോഴും ഇവരുടെ കൂടെയുള്ളതിനാൽ ഒരു ആഭിചാര ദോഷവും അല്ലെങ്കിൽ ഒരു കൂടോത്രവും ഇവരെ തൊടുക പോലും ഇല്ല, ഇവരെ സ്പർശിക്കുക പോലും ചെയ്യില്ല. മനസ്സിലായ? അപ്പൊ ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചും ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചും തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചും മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചും കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഒരു ദോഷങ്ങളും അവരിലേക്ക് അടുക്കില്ല. അതിന്റെ കാര്യകാര്യ സഹിതമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ശക്തമായ ആത്മീയ വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തി. മനസ്സിലായോ? അതായത് നമുക്ക് ശക്തമായ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അതുകൂടാതെ നമുക്ക് നല്ല പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഏത് ദൈവത്തിന്റെ അടുത്താണെങ്കിലും നല്ല പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് നമ്മുടെ ആത്മീയമായ ഒരു വിശ്വാസവും പ്രാർത്ഥനയുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തി എന്ന് എല്ലാ നക്ഷത്രക്കാരും കണ്ടാൽ ഇനി ഇതൊന്നും നമ്മളിലേക്ക് അടുക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.